BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിക്ഷേപം ഏറ്റവും കമ്മി രാജ്യത്ത്. ഇതെല്ലാം മാറ്റാൻ BJP NDA കാഴ്ചപ്പാടാണ് വികസിത കേരളം. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം. രണ്ടാമത്തെ പോയിന്റ്, ഞങ്ങളുടെ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സുരക്ഷിത കേരളം. ഇന്ന് കോൺഗ്രസിന്റെ പിന്തുണയും കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൺട്രോൾ ചെയ്യുന്നതും അവർ ജയിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗ് പോലെ സ്ഥാപനങ്ങളുടെ സഹായത്തോടാണ്. ഇത് നമുക്ക് ഗുണം ചെയ്യോ? നാടിന്റെ ഭാവിക്ക് ഇത് നന്നാണോ? നല്ലതാണോ? ഇത് ചർച്ച നടത്തണം. വസ്തുതയിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ വർഗീയവാദി എന്ന് പറഞ്ഞ് നടക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, ജമാഅത്തും ഉണ്ടാവും. പക്ഷേ ഇത് ചർച്ച ചെയ്യണം. സുരക്ഷിത കേരളം നമ്മളുടെ അവകാശമാണോ? ഈ സുരക്ഷിത കേരളം സൃഷ്ടിക്കാൻ ആർക്കാണ് കഴിവ്, ആർക്കാണ് താല്പര്യം, ആരാണ് ചെയ്യാൻ പോകുന്നത്? അത് BJP NDA ആണ്. മൂന്നാമത്തെ പോയിന്റ്, വിശ്വാസ സംരക്ഷണം. നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ എന്താ നടക്കുന്നത്. ശബരിമല കൊള്ളയെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ശബരിമല കൊള്ളയൻ ദേവസ്വം ബോർഡുമാരിലുള്ള ദല്ലാൽമാര് ആരുടെ ഒപ്പാണ് ഫോട്ടോ എടുക്കുന്നത്, ആരെ സഹായിക്കുന്നത്, ആരുടെ പിന്തുണയോണ്ടാണ് ഈ ദല്ലാൽഗിരി ചെയ്യുന്നത്? സോണിയാഗാന്ധിന്റെ ഫോട്ടോഗ്രാഫും പിണറായി വിജയനെ കാണുന്നത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിനെ കാണുന്നത്? അപ്പോ കോൺഗ്രസും ലെഫ്റ്റും CPM വിശ്വാസ സംരക്ഷണയിൽ അവർക്ക് താല്പര്യമില്ല, ഒരു കഴിവില്ല, അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവരുടെ അഴിമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ മൂന്ന് കാര്യം, വികസിത കേരളം നമുക്ക് വേണം, നമ്മൾ സൃഷ്ടിക്കണം. സുരക്ഷിത കേരളം നമ്മൾ ഉണ്ടാക്കണം, അത് സൃഷ്ടിക്കണം. അത് നമ്മളുടെ ഒരു നിർബന്ധമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. പിന്നെ വിശ്വാസ സംരക്ഷണം ഇത് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നതും ജനങ്ങൾ മുമ്പിൽ വെക്കാൻ പോകുന്നതും. കോൺഗ്രസ് ഇന്ന് അവര് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരൊരു വിചാരം, ഞങ്ങൾ ജയിച്ചു, അസംബ്ലി ഇലക്ഷൻ LDF തോറ്റു, അതുകൊണ്ട് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. പക്ഷേ കോൺഗ്രസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. കോൺഗ്രസ് 10 കൊല്ലം ജനങ്ങളെ അവസരം കൊടുത്ത് UP ആയിട്ട് ഭരിച്ചപ്പോൾ ഭീകരമായ അഴിമതിയല്ലാണ്ട് എന്ത് തന്നു? കേരളത്തിന് 8 മന്ത്രിമാരായിരുന്നു UPA സർക്കാരിൽ. 10 കൊല്ലം കുത്തിയിരുന്നിട്ട് എന്തെങ്കിലും ചെയ്തോ നാടിന് വേണ്ടി? ഒന്നും ചെയ്തില്ല, അഴിമതി മാത്രം. അപ്പൊ കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ്, അവർക്ക് ജനങ്ങൾ എത്രയോ തവണ അവസരം കൊടുത്തു ഭരിക്കാൻ, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തു? ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ വരാൻ പോകുന്ന ദിവസത്തിൽ ചർച്ച ചെയ്യും. കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒരൊറ്റ വാക്ക് വികസനത്തിനെ കുറിച്ച് പറയില്ല. നിലമ്പൂർ ബൈ ഇലക്ഷൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കണം. BJP NDA വികസനം, റെയിൽവേ ലൈൻ, ക്യാൻസർ ഹോസ്പിറ്റൽ, ഹൈവേ ബൈപ്പാസ് എല്ലാം പറയുമ്പോൾ അവിടുത്തെ ചർച്ച എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ, ഇന്ന SDPIന്റെ പിന്തുണ, ഇതാണ് അവരുടെ രാഷ്ട്രീയം. അപ്പൊ ഈ ഇലക്ഷനിൽ വികസനം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഇതിനെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യാൻ BJP NDA വീട് കയറി ഇതിനെക്കുറിച്ച് സംസാരിക്കും, മുമ്പോട്ട് വയ്ക്കും എന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനം ഒരിക്കൽ കൂടി എല്ലാ ഇലക്ടഡ് മെമ്പേഴ്സിനും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ പറയുന്നു. പക്ഷേ വരാൻ പോകുന്ന ദിവസങ്ങൾ കഠിന അധ്വാനം, ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക. അതിനുവേണ്ടി ഞാൻ എല്ലാവിധ ആശംസകൾ ഇന്നെ നിങ്ങൾക്ക് പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ വരുന്ന ഇലക്ഷൻ നമ്മുടെ ലക്ഷ്യമാണ് വികസിത കേരളം, നമ്മുടെ ലക്ഷ്യമാണ് സുരക്ഷിത കേരളം, നമ്മുടെ ലക്ഷ്യമാണ് വിശ്വാസ സംരക്ഷണം. എൻ്റെ ഒപ്പം ഒന്ന് ഒരുമിച്ച് പറയൂ, പുറത്ത് കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, മലയാളികൾ എല്ലാവരും കേൾക്കട്ടെ. നമ്മുടെ ലക്ഷ്യം വികസിത കേരളം. ഉറക്കെ പറയൂ, നമ്മുടെ ലക്ഷ്യം വികസിത കേരളം, നമ്മുടെ ലക്ഷ്യം സുരക്ഷിത കേരളം,
നമ്മുടെ ലക്ഷ്യം വിശ്വാസ സംരക്ഷണം. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.